ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രണ്ടുപേരുടെ അനുഭവങ്ങൾ പറയാം. സമയം ഒട്ടും തന്നെ കളയാതെ കാര്യത്തിലേക്ക് കടക്കാം. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ഭയാനകമായ അനുഭവം നേരിടേണ്ടി വന്നത് 1998 എൻ്റെ പേര് വിശാൽ. ഞാൻ താമസിച്ചിരുന്നത് പാലക്കാട് ചിറ്റൂരാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഓഹരിയായി കിട്ടിയ സ്ഥലത്ത് വീട് വെക്കാൻ തീരുമാനിച്ചപ്പോൾ മുതലാണ് വിചിത്രമായ ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പാലക്കാട് തന്നെയുള്ള കൽപ്പാത്തി എന്ന ഗ്രാമത്തിലായിരുന്നു നിഷയ്ക്ക് ഓഹരിയായി കിട്ടിയ ആ സ്ഥലം. പുതിയ വീടിന്റെ പണി നടക്കുന്നതിനാൽ ഞാനും എൻ്റെ കുടുംബവും അവിടുന്ന് കുറച്ചകലെയായി മറ്റൊരു വീട് വാടകയ്ക്കെടുത്തു. കുടുംബത്തിനെ അവിടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ 1-2 തവണ ഞാൻ ഈ വാടക വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ വാടക വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു. അക്കാലത്ത് കൽപ്പാത്തിയിൽ ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു. 2 മുറികളുള്ള ആ വർക്ക്ഷോപ്പിന്റെ ഒരു മുറിയിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് വന്നു പോയിരുന്നത്. ജോലിസ്ഥലത്ത് നിന്ന് ഇവിടേക്ക് വന്നു പോകുന്നത് അത്ര എളുപ്പമല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ പുതിയ വീടിന്റെ അല്പം അകലെയുള്ള വാടക വീടെടുക്കാൻ തീരുമാനിച്ചത്. കുടുംബവുമായി അവിടേക്ക് മാറുന്നതിന് മുന്നേ ഒരു ദിവസം ഞാൻ ആ വാടക വീട്ടിലേക്ക് പോയി. അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ഞാൻ അവിടേക്ക് പോയത്. അന്ന് എൻ്റെ കൈവശം അമ്പലത്തിൽ നിന്ന് പ്രസാദമായി കിട്ടിയ അല്പം പായസവും ദേവിയുടെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ആ ആഴ്ചയിൽ തന്നെ അവിടേക്ക് കുടുംബത്തെ കൂട്ടിക്കൊണ്ടുവരാനിരുന്ന ഞാൻ ആ വാടക വീട്ടിൽ ചെന്ന് ഒരു മുറി വൃത്തിയാക്കി. അവിടെയുള്ള ഒരു ഷെൽഫിൽ ആ ഫോട്ടോ വെക്കുകയും ചെയ്തു. അടുത്ത ദിവസം കുറച്ച് വീട്ടുസാധനങ്ങൾ അവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. ആ വീടിന്റെ എല്ലാ മുറികളിലും കയറി ഇറങ്ങി നടന്നതിന് ശേഷം ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അടുത്ത ദിവസം ഒരു വണ്ടിയിൽ കുറച്ച് വീട്ടുസാധനങ്ങളും കയറ്റി ഞാൻ ആ വാടക വീടിന്റെ മുറ്റത്തെത്തി. അവിടെ അടുത്ത് തന്നെയുള്ള പ്രായമായ ഒരു സ്ത്രീ വീടടിച്ചു തൂത്ത് വൃത്തിയാക്കുവാൻ വന്നിരുന്നു. വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത് ഇവർ അകത്തേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടതാണ്. അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്ത്രീ ഒച്ച വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവരുടെ മുഖത്ത് അപ്പോൾ ഒരു വെപ്രാളവും പേടിയുമൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വെച്ചിട്ട് പോയ ദേവിയുടെ ഫോട്ടോ താഴെ വീണ് ഉടഞ്ഞു കിടക്കുന്നു. അതിന്റെ ചില്ലെല്ലാം തറയിൽ ചിതറിക്കിടക്കുകയായിരുന്നു. കുറച്ചു മാറിയുള്ള ഇടനാഴിയിലായി ഞാനെന്ന് വെച്ചിട്ട് പോയ പുഷ്പാഞ്ജലിയും പായസവും ആരോ വലിച്ചെറിഞ്ഞതുപോലെ കിടക്കുന്നു. സത്യത്തിൽ അല്പം തിടുക്കത്തിലായിരുന്നതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടിയ ആ പ്രസാദം ഞാൻ ഫോട്ടോ വെച്ച ആ മുറിയിൽ മറന്നു വെച്ചതായിരുന്നു. ഷെൽഫിന് തൊട്ട് താഴെയായിട്ടാണ് ഫോട്ടോ വീണ് ഉടഞ്ഞു കിടന്നത്. പക്ഷേ ഇലക്കീറിലുണ്ടായിരുന്ന ആ പുഷ്പാഞ്ജലിയും ചോറ്റുപാത്രത്തിലുണ്ടായിരുന്ന പായസവും ആ മുറിയുടെ മുന്നിലുള്ള വീതി കുറഞ്ഞ വരാന്തയിലാണ് വീണ് കിടന്നിരുന്നത്. ഇലക്കീറിലുണ്ടായിരുന്ന പൂവും കുങ്കുമവും തറയിലാകെ തൂവിക്കിടക്കുന്നു. കൂടാതെ പായസപാത്രത്തിന്റെ അടപ്പ് തുറന്ന് പായസവും തിണ്ണയിൽ ഒഴുകി പരന്നു കിടക്കുന്നു. അത് കണ്ടിട്ടാണ് ആ സ്ത്രീ ഒച്ചവെച്ചത്. ഫോട്ടോ വെച്ചിരുന്ന മുറിയിലാണ് ഞാൻ പ്രസാദവും മറന്നു വെച്ചത്. അതെങ്ങനെയാ വരാന്തയിലെത്തിയെന്ന ചോദ്യം എന്നെയും തെല്ലു കുഴപ്പിച്ചു. ജനലും വാതിലും അപ്പോഴാണ് തുറന്നത്. അതുകൊണ്ട് പാത്രവും ഫോട്ടോയും തള്ളിയിട്ട് മറിച്ചത് പൂച്ചയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറാൻ മടിച്ചു നിന്നു. അവരുടെ മുഖത്തെ ഭയം കണ്ട് ഞാൻ ആ വീട്ടിലെ മുറികളെല്ലാം കയറി ഇറങ്ങി നോക്കി. അങ്ങനെ പൂച്ചക്ക് കയറി വരാൻ പറ്റിയ ഒരു വഴിയും അവിടെ ഇല്ലായിരുന്നു. വാതിലുകളും ജനാലകളും അപ്പോൾ തുറന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എൻ്റെ ഒപ്പം വീട്ടു സാധനങ്ങൾ കയറ്റിക്കൊണ്ടുവന്ന വണ്ടിയുടെ ഡ്രൈവറും സാധനങ്ങൾ ഇറക്കി വെക്കാനായി ഒരു പണിക്കാരനും ഉണ്ടായിരുന്നു. അവരും അകത്ത് കയറി നോക്കി. അത് വല്ല പൂച്ചയുടെയോ എലിയുടെയോ പണിയായിരിക്കുമെന്ന് പറഞ്ഞ് അവർ ആ വൃദ്ധയെ ആശ്വസിപ്പിച്ചു. ഞാനും അതത്ര കാര്യമാക്കി എടുത്തില്ല. പിന്നീട് വീട് വൃത്തിയാക്കി അവർ തിരിച്ചുപോയി. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒരു മുറിയിൽ ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്നും മടങ്ങി. ആ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും മുറികളിൽ ഫിറ്റ് ചെയ്തിരുന്ന ഫാൻ മുൻപെപ്പോഴോ മാറ്റിയിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം ഒരു ഇലക്ട്രീഷ്യനെ ഞാൻ അവിടേക്ക് വിളിച്ചു വരുത്തി. ഒരു പഴഞ്ചൻ സൈക്കിളിൽ ഏണിയൊക്കെ വെച്ച് കെട്ടിയാണ് അയാൾ വന്നത്.
ഒരു ബീഡിയും വലിച്ച് അയാൾ സൈക്കിൾ കെട്ടിവെച്ചിരുന്ന ഏണി അഴിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ആ സമയത്ത് നേരത്തെ കൊണ്ടുവന്ന വീട്ടുസാധനങ്ങളെല്ലാം ഓരോ മുറിയിലായി കൊണ്ടുവയ്ക്കുന്ന തിരക്കിലായിരുന്നു. അകത്തുനിന്ന് അയാളുടെ മൂളിപ്പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ബൾബുകളും ഫാനുകളും ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നതിനാൽ ഞാൻ അതെല്ലാം എടുത്ത് ഓരോ മുറിയിലായി വെച്ചു. ഇയാൾ ആ സമയത്ത് ഡ്രോയിങ് റൂമിലെ ഫാൻ ഫിറ്റ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഒരലർച്ചയും ഏണി താഴേക്ക് വീഴുന്ന വലിയ ശബ്ദവും കേട്ട് ഞാൻ ആ മുറിയിലേക്ക് ഓടിച്ചെന്നു. ആ സമയത്ത് അയാൾ തല തിരുമ്മിക്കൊണ്ട് താഴെ നിന്ന് എണീറ്റ് വരുന്നത് കണ്ട് ഞാൻ അയാളോട് കാര്യം തിരക്കി. തനിക്കിതെന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ വേവലാതിയോടെ പറഞ്ഞു, ഏണിയിൽ കയറി നിന്ന എന്റെ കാലിൽ ആരോ പിടിച്ചു വലിച്ചു. ഈ ഏണി ആരോ തള്ളി താഴെ കിട്ടതുപോലെയാ എനിക്ക് തോന്നിയത്. അയാൾ ആകെ വിയർത്തു കുളിച്ചിരുന്നു. അലുമിനിയത്തിന്റെ ഏണിയായിരുന്നു അത്. അയാളാണെങ്കിൽ കാൽ ചെരുപ്പ് പോലും ധരിച്ചിരുന്നില്ല. അത് കണ്ട് ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് നിങ്ങൾ വീണത്. ചെരുപ്പ് പോലും ഇടാതെയാണോ ഈ പണിയൊക്കെ ചെയ്യുന്നത്? മറിഞ്ഞു കിടക്കുന്ന ഏണിയുടെ അരികിലായി അയാളുടെ റബ്ബർ ചെരുപ്പും കിടപ്പുണ്ട്. ആ മനുഷ്യൻ വെപ്രാളത്തോടെ ചെരുപ്പെടുത്തിട്ടുകൊണ്ട് ഏണിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു, ഞാൻ ചെരുപ്പിട്ടുകൊണ്ടാ ഏണിയിൽ കയറി നിന്നത്. എന്റെ കാൽ പിടിച്ച ആരോ വലിച്ച കൂട്ടത്തിലാ ചെരുപ്പ് താഴെ വീണത്. നിങ്ങൾ മറ്റാരെങ്കിലും വിളിച്ചോ, ഞാൻ ഈ പണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സൈക്കിൾ എടുത്ത് പോകാൻ തയ്യാറായി. പണം കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ പിന്നീട് പണി ചെയ്യാൻ തയ്യാറായില്ല. തൊട്ടടുത്ത ദിവസം ഞാനും കുടുംബവും ആ വാടക വീട്ടിലേക്ക് മാറാനിരുന്നതാണ്. ഇനിയും ഒരുപാട് പണി ബാക്കി കിടക്കുകയാണ്. ബൾബും ഫാനുകളും ഫിറ്റ് ചെയ്യണം. കൂട്ടത്തിൽ ബാത്റൂമിലെ ഒരു പൈപ്പും നന്നാക്കണം. പിന്നീട് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞ് ഒരു ഇലക്ട്രീഷ്യനെ അറേഞ്ച് ചെയ്തു. അയാളോടൊപ്പം 3 പേർ വേറെയും ഉണ്ടായിരുന്നു. മുൻപ് വന്ന ഇലക്ട്രീഷ്യൻ രാവിലെ ഒരു 9 മണിയായപ്പോഴാണ് പണിക്ക് വന്നത്. വന്ന് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ പിണങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് വന്ന 4 പണിക്കാർ ചേർന്ന് ഇലക്ട്രിക് വർക്കുകളെല്ലാം വേഗത്തിൽ തീർത്തു. എല്ലാ മുറികളിലും ബൾബുകൾ പിടിപ്പിച്ചു. താമസമില്ലാതെ കിടന്ന വീടല്ലേ എന്നോർത്ത് ഞാൻ അന്ന് വൈകിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായി അകത്തെയും പുറത്തെയും ചില ബൾബുകൾ ഓൺ ആക്കിയിട്ടിരുന്നു. അടുത്ത ദിവസം ബാക്കിയുള്ള വീട്ടുസാധനങ്ങളും വണ്ടിയിൽ കയറ്റി ഞാനും എന്റെ ഭാര്യയും കുട്ടികളും ആ വീട്ടിലെത്തി. ആ സമയത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാൻ ഓണാക്കിയിട്ട് പോയ ആ ബൾബുകളെല്ലാം അണഞ്ഞു കിടക്കുകയായിരുന്നു. സ്വിച്ചുകളെല്ലാം ഓഫായിരുന്നു. ബാത്റൂമിലെ ലൈറ്റ് വരെയും ഞാൻ ഓണാക്കിയിട്ടാണ് പോയത്. ഇത്രയും നാളും താമസമില്ലാതെ കിടന്ന വീടല്ലേ, പോരാത്തതിന് പുതിയൊരു സ്ഥലവും. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റുകളെല്ലാം തെളിച്ചിട്ടിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ അണഞ്ഞു കിടക്കുകയായിരുന്നു. ഫോട്ടോ വീണ് പൊട്ടിയ കാര്യവും ഇലക്ട്രീഷ്യൻ വീണ കാര്യവുമൊന്നും ഞാൻ ഭാര്യയോട് പറയാൻ പോയില്ല. അവൾ അത് കേട്ട് പേടിച്ചാലോ എന്ന് ഓർത്താണ് ഞാൻ ആ കാര്യങ്ങൾ നിഷയോട് മറച്ചു വെച്ചത്. ലൈറ്റുകൾ ഓണാക്കിയ കാര്യം എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ തന്നെയാണോ അത് ഓഫ് ചെയ്തതെന്ന് ഞാൻ സംശയിച്ചു. എന്തായാലും ഒരു 5-6 മാസം അവിടെ താമസിക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ വീടിന്റെ പണി പൂർത്തിയാകും. അപ്പോൾ അങ്ങോട്ട് മാറുകയും ചെയ്യാം. വെറുതെ ഭാര്യയും കുട്ടികളെയും അതും ഇതും പറഞ്ഞ് ടെൻഷൻ അടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഈ കാര്യങ്ങളൊന്നും തന്നെ അവരോട് പറയാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ താമസം തുടങ്ങി. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തയാൾ 9ലും ഇളയവൻ 7ലും പഠിക്കുന്നു. ഒരു ദിവസം മൂത്തവനായ വൈശാഖ് അവന്റെ മുറിയിലെ ബുക്ക് ഷെൽഫിൽ ബുക്കുകളെല്ലാം അടുക്കിപ്പെറുക്കി വെച്ചതിന് ശേഷം അവൻ അടുക്കളയിലേക്ക് ആഹാരം കഴിക്കാൻ പോയി. ആ മുറിയിൽ നിന്ന് അവൻ എണീറ്റ് കിച്ചണിലേക്ക് നടന്നതും ആ ഷെൽഫിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബുക്കുകളെല്ലാം ഒരുമിച്ച് താഴേക്ക് വീണു. ഡിക്ഷണറി പോലെ ഭാരമുള്ള 2-3 ബുക്കുകൾ വരെ അവൻ ആ ഷെൽഫിൽ അടുക്കി വെച്ചിരുന്നതാണ്. അതെല്ലാം അപ്പാടെ ആരോ തട്ടിയിട്ടതുപോലെ തറയിലേക്ക് വീണു. അവനും അതുകണ്ട് ഒരു നിമിഷത്തേക്ക് ഭയന്നെങ്കിലും പിന്നീട് അതത്ര കാര്യമാക്കിയില്ല. ഈ സംഭവത്തിന് ശേഷം ഇളയ കുട്ടി വിനായക് അവൻ ഹാളിലിരുന്ന്
ഒരു ദിവസം TV കാണുകയായിരുന്നു. പെട്ടെന്ന് അത് സിഗ്നൽ പോയതുപോലെ ഗ്രെയിംസ് വന്നു. അവനൊന്ന് നന്നാക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് ആരോ അവന്റെ തലക്ക് കൊട്ടിയിട്ട് ഇവിടുന്ന് പൊക്കോ എന്ന് പറയുന്നത് പോലെ അവന് തോന്നി. ആ മുറിയിൽ അപ്പോൾ ആരും ഇല്ലായിരുന്നു. ഇനി മൂത്തവൻ വല്ല തമാശയും ഒപ്പിച്ചതായിരിക്കുമെന്നോർത്ത് അവൻ ഓടി കിച്ചണിൽ ചെന്നപ്പോൾ വൈശാഖ് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. അമ്മ ആഹാരം വിളമ്പിക്കൊണ്ട് അവന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പോൾ ഹാളിലേക്ക് വന്നിരുന്നോ? എന്റെ തലക്ക് തട്ടിയത് ചേട്ടനാണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ വൈശാഖ് ഹാളിലേക്ക് പോയില്ലെന്നും അവൻ ആഹാരം കഴിക്കുകയായിരുന്നുവെന്നും അമ്മ പറഞ്ഞു. എന്നാൽ തനിക്കങ്ങനെ തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ച് അവനും ആ കാര്യങ്ങൾ മറ്റാരോടും പറയാൻ പോയില്ല. ഇങ്ങനെ ഞങ്ങളിൽ ഓരോരുത്തർക്കും ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ആ വീട്ടിൽ വെച്ചുണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷേ അതെല്ലാം വെറും തോന്നലായിരിക്കുമെന്ന് വിചാരിച്ച് പരസ്പരം ആരും ആരോടും ഒന്നും പറയാൻ പോയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഒരു 10-11 മണിയായി കാണും. പതിവിലും താമസിച്ചാണ് ഞാനിന്ന് വീട്ടിലെത്തിയത്. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് വന്ന ഉടനെ തന്നെ ഞാൻ അത്താഴം കഴിച്ചു. അതിനുശേഷം കൈ കഴുകുവാനായി വാഷ് ബേസിനരികിലേക്ക് പോയി. ഡൈനിങ് റൂമിനടുത്തായി വീതി കുറഞ്ഞ ഒരു വരാന്തയുണ്ട്. അതിന്റെ അറ്റത്താണ് ഈ വാഷ് ബേസിൻ. അവിടെ നിന്ന് പല്ല് തെച്ചുകൊണ്ടിരുന്ന എന്റെ പിന്നിലൂടെ പെട്ടെന്ന് ആരോ കടന്നുപോയി. അതിശക്തമായി എന്റെ തോളിൽ തട്ടിയതിനു ശേഷമാണ് വന്നയാൾ എന്റെ പിന്നിലൂടെ പാസ് ചെയ്തു പോയത്. പെട്ടെന്ന് അതിശക്തമായി തോൾ തട്ടിയതുകൊണ്ട് കയ്യിലിരുന്ന ബ്രഷ് എന്റെ മോണയിൽ കൊണ്ട് ചോര വന്നു. ദേഷ്യം വന്ന് ഞാൻ ഒച്ച വെച്ചുകൊണ്ടാണ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയത്. കിച്ചണിൽ ആ സമയത്ത് ആരുമില്ലായിരുന്നു. ഇളയ മോൻ ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു. മൂത്തവൻ പഠിക്കുകയായിരുന്നു. അവന്റെ അരികിൽ തന്നെ എന്റെ ഭാര്യയും ഇരിപ്പുണ്ട്. വരാന്തയിലേക്ക് ഇപ്പോൾ ആരാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ കൈമലർത്തി. ഈ ഒരു സംഭവത്തോടെ ഞാൻ എന്റെ ഭാര്യയോട് ഇതിനു മുമ്പുണ്ടായ കാര്യങ്ങളും ഞാൻ നേരിട്ട അനുഭവങ്ങളും പറഞ്ഞു. അപ്പോഴാണ് അവൾക്കുണ്ടായ ചില അനുഭവങ്ങൾ എന്നോട് പറഞ്ഞത്. ആ വീട്ടിൽ അവൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ആരൊക്കെയോ സംസാരിക്കുന്നത് പോലെ പലതവണ അവൾ കേട്ടിട്ടുണ്ടത്രേ. വളരെ പതിഞ്ഞ ശബ്ദത്തിലുള്ളതാണ് ആ സംസാരം. ഇടയ്ക്ക് കഴുകി വച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം വലിയ ശബ്ദത്തോടെ താഴേക്ക് വീഴും. പൂച്ചയോ എലിയോ ഒന്നും ആ വീട്ടിലില്ല. എന്നിട്ടും പാത്രങ്ങൾ എങ്ങനെയാണ് ഇരുന്നിടത്ത് നിന്ന് താഴെ വീഴുക എന്നോർത്ത് അവളും വിഷമിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പൂജാരിയെ വിളിച്ച് ആ വീട്ടിൽ ഒരു പൂജ നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കുറെ നാളായിട്ട് അടഞ്ഞു കിടന്ന ഒരു വീടാണിത്. ഞങ്ങൾ അവിടേക്ക് താമസിക്കാൻ വന്നപ്പോൾ പ്രത്യേകിച്ച് ഒരു പൂജയോ വഴിപാടോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. വാടക വീടാണല്ലോ എന്നോർത്താണ് അങ്ങനെ ചെയ്യാതിരുന്നത്. വീട്ടിൽ പൂജ നടത്തുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് മക്കൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഒരു പൂജാരിയെ വിളിച്ച് ഞങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം ആ വീട്ടിൽ ഒരു ഹോമം നടത്താമെന്നേറ്റു. പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഒരു ദിവസം രാവിലെ ആ വീട്ടിൽ വരികയും പൂജയ്ക്കും ഹോമത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും ഹോമകുണ്ടത്തിൽ അഗ്നി പകരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലായിരുന്നു. പലതവണ നെയ്യ് പകർന്നു നോക്കി, മന്ത്രങ്ങൾ ചൊല്ലി നോക്കി, ഒരു രക്ഷയുമില്ല. അവസാനം എങ്ങനെയൊക്കെയോ ആ ഹോമകുണ്ടത്തിൽ നിന്ന് പുക ഉയർന്നു വന്നു. തീനാമ്പുകൾ കാണാൻ മാത്രമില്ലായിരുന്നു. അതിൽ നിന്നുയർന്നു വന്ന പുക മുറിയിലെങ്ങും പടരാതെ ജനല വഴി നേരെ ഇത് കണ്ട് ആ ശാന്തിക്കാരനും അന്തം വിട്ടുപോയി. പിന്നെ ഹോമവും പൂജയും ഒരു വിധത്തിൽ പൂർത്തിയാക്കി അദ്ദേഹവും മടങ്ങിപ്പോയി. അതിനുശേഷം പ്രശ്നങ്ങൾ അല്പം കൂടി രൂക്ഷമായി തുടങ്ങി. കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന റൂമിന്റെ ഡോർ താനെ തുറന്നു വരും. പിന്നീട് അത് അതുപോലെ തന്നെ അടയുകയും ചെയ്യും. ഞങ്ങൾ കിടക്കുന്ന റൂമിന്റെ കതകിൽ ആരോ മുട്ടി വിളിക്കുന്നത് കേട്ട് പല പ്രാവശ്യം ഞാനും ഭാര്യയും
ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കുണ്ടായ ഈ അനുഭവങ്ങൾ തോന്നലായിരിക്കുമെന്ന് കരുതി ഞാനതൊന്നും കാര്യമാക്കാൻ പോയില്ല. കുട്ടികൾ 2-3 പ്രാവശ്യം ഡോറിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ അത് കാറ്റുകൊണ്ടായിരിക്കും അടയുകയും തുറയുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിച്ചു. കുട്ടികൾ സ്കൂളിലും ഞാൻ ജോലിക്കും പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യ നിഷ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ആ വീടിന്റെ അടുത്തൊക്കെ താമസക്കാരുള്ളതാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് അവൾ TV കാണും, അല്ലെങ്കിൽ തയ്യൽ മെഷീനിൽ തുണി തയ്ക്കും. അങ്ങനെ ഒരു ദിവസം അവൾ ഹാളിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ ഹാളിനോട് ചേർന്നുള്ള മുറിയിൽ നിന്ന് ആരൊക്കെയോ കൂട്ടം കൂടി സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാനിടയായി. പതിഞ്ഞുള്ള ആ സംസാരം കേട്ടപ്പോൾ അവൾക്ക് ആദ്യം തോന്നിയത് അയൽവക്കത്തുള്ള ഏതെങ്കിലും വീട്ടിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കുന്നതായിരിക്കുമെന്നാണ്. പിന്നീട് നിഷ വീടിന് പുറത്തേക്കിറങ്ങി ചുറ്റുപാടും നോക്കി. മുറ്റത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവൾ വീടിന് പിന്നിലേക്ക് ചെന്നു. അവിടെയും നിശബ്ദം. അതോടെ അവൾ തിരിച്ചു നടക്കാൻ ഒരുങ്ങിയതും കുട്ടികളുടെ റൂമിന്റെ ജനൽക്കട്ടിനപ്പുറം ഒരു നിഴൽ കണ്ടു. 4-5 പേർ ആ ബെഡിൽ ഇരിക്കുന്നത് പോലെ. പരിഭ്രമിച്ചു പോയ അവൾ തിടുക്കത്തിൽ അവിടെ നിന്നോടി തിരിച്ച് ആ മുറിയിൽ വന്നു നോക്കി. അവിടെ അപ്പോൾ ആരുമില്ലായിരുന്നു. ഭയന്നു പോയ അവൾ പിന്നെ വീടിനകത്തേക്ക് കയറിയതേയില്ല. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നത് വരെ നിഷ അന്ന് പുറത്ത് തന്നെ നിന്നു. അന്ന് ഇന്നത്തേതുപോലെ ആരുടെ കയ്യിലും മൊബൈൽ ഫോണൊന്നുമില്ല. ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് നിഷ എന്നോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവൾ പറഞ്ഞതുപോലെയുള്ള പതിഞ്ഞുള്ള ആ സംസാരം ഞാനും ചിലപ്പോഴൊക്കെ ആ വീട്ടിലെ കേട്ടിട്ടുണ്ട്. ഇത്തവണ ഇതെല്ലാം തോന്നലാണെന്ന് കരുതി വിട്ടുകളയാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ ആ വീടിന്റെ ഓണറിനോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അയാൾ അത് മറ്റാരിൽ നിന്നോ വാങ്ങിയതാണ്. ഞാനും എന്റെ സുഹൃത്തും കൂടി അയാളെ തിരഞ്ഞു കണ്ടുപിടിച്ചു. അയാളും വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ അയാളുടെ ഒരു ബന്ധു ഞങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. കുറെ കാലത്തിന് മുമ്പ് ആ വീട്ടിൽ ഒരു കുടുംബം താമസിച്ചിരുന്നു. ഒരു പ്രായമായ സ്ത്രീയും അവരുടെ മകനും മരുമകളും 2 കുട്ടികളും. ഈ 5 പേരും ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റിൽ പെട്ടു. ആ 5 പേരും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ മരിച്ചിരുന്നു. പിന്നീട് അവരുടെ ബന്ധുക്കളാണ് ആ ബോഡികൾ ഏറ്റുവാങ്ങി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത്. ആ 5 പേരുടെയും മരണശേഷം ആ വീട്ടിൽ പിന്നീട് താമസിച്ചത് മരിച്ചുപോയ ആളുടെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു. അയാൾക്ക് അവിടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ആ മനുഷ്യൻ ഈ വീട് ഇപ്പോഴത്തെ ഓണറിന് വിറ്റത്. അയാൾ ഈ വീട്ടിൽ താമസിച്ചിട്ടില്ല. ഞങ്ങൾക്കായിരുന്നു ആ വീട് അയാൾ ആദ്യമായിട്ട് വാടകയ്ക്ക് നൽകിയത്. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ പുതിയ വീടിന്റെ പണി പൂർത്തിയാകുന്നതുവരെ ഞങ്ങൾക്ക് ആ വാടക വീട്ടിൽ കഴിയേണ്ടി വന്നു. കുട്ടികൾ അവിടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ മറ്റു വീടുകളൊന്നും കിട്ടാത്തത് കൊണ്ട് തൽക്കാലം ആ വാടക വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് കഴിയേണ്ടി വന്നു. എന്റെ ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് ഒരു 7 ദിവസം അടുപ്പിച്ച് ആ വീട്ടിൽ ഒരു പൂജ നടത്തി. ഈ പൂജയ്ക്ക് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ആരൊക്കെയോ നടന്നു മാറുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഒരു നിഴലനക്കം പോലെ. പിന്നീട് 1-2 മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കി ഞങ്ങൾ ആ വീട്ടിലേക്ക് മാറി. ഞങ്ങൾ താമസിച്ച ആ വാടക വീട് ഇപ്പോഴും ആളും അനക്കവുമില്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി മറ്റൊരനുഭവം പറയാം. ഈ സംഭവം എനിക്ക് ഷെയർ ചെയ്തു തന്നത് രവികുമാർ സാറാണ്. അദ്ദേഹം തൃശൂർ ജില്ലയിൽ ചേലക്കര എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. രവികുമാർ സാർ പറഞ്ഞ ഈ അനുഭവം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഒരു അധ്യാപകനാണ്. ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഞാനും എൻ്റെ ഭാര്യയും ചേലക്കരയിലുള്ള എൻ്റെ തറവാട്ടിൽ താമസിക്കുന്ന സമയം മക്കൾ 2 പേരുടെയും വിവാഹം കഴിഞ്ഞിരുന്നു. മകൾ അവളുടെ ഹസ്ബൻഡിനോടൊപ്പം വിദേശത്ത് താമസിക്കുന്നു. മകൻ രമേശ്
അവന്റെ ഭാര്യയുടെയും മക്കളോടുമൊപ്പം തൃശൂരിൽ തന്നെയുള്ള മറ്റൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മിക്കപ്പോഴും യാത്രകൾ നടത്തുന്നതുകൊണ്ട് അവന് ചേലക്കരയിലുള്ള ഞങ്ങളുടെ കുടുംബ വീട്ടിൽ താമസിക്കുന്നത് അസൗകര്യമായിരുന്നു. നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് വന്നു പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മഴയായാൽ പിന്നെ പറയുകയും വേണ്ട. അതിനാൽ ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് രമേശ് ഹൈവേ റോഡിന് സമീപമുള്ള ഒരു ഇരുനില വീട് വാടകയ്ക്കെടുത്തത്. വീട് വാടകയ്ക്കെടുത്തതോടെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് നിൽക്കാൻ അവർ വല്ലാതെ നിർബന്ധം പിടിച്ചു. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അവൻ മിക്കപ്പോഴും യാത്രയിലായിരുന്നുവെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലില്ലാത്ത നേരത്ത് മരുമകളും കുട്ടികളും വീട്ടിൽ തനിച്ചാണ്. മാത്രവുമല്ല, അവന്റെ ഭാര്യ അവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സാണ്. അവൾക്കും ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ കുട്ടികൾ തനിച്ചാകുമല്ലോ. അതിനാൽ റിട്ടയർഡ് ജീവിതം നയിക്കുന്ന ഞാൻ ഭാര്യയുമായി മകന്റെ വാടക വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചു. ചേലക്കരയിലുള്ള വീട് വെറുതെ കിടന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അതൊരു കൂട്ടർക്ക് ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. മകന്റെ ആ വാടക വീട്ടിലേക്ക് താമസം മാറിയതോടെ എന്റെ ഭാര്യ രാധയ്ക്ക് വയ്യാണ്ടായി തുടങ്ങി. ചേലക്കരയിലുള്ള വീട്ടിൽ വെച്ച് അവൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. പ്രായമായ ഞങ്ങൾ രണ്ടുപേർ മാത്രമാണ് ആ വീട്ടിലന്ന് താമസിച്ചിരുന്നത്. വളരെ അപൂർവമായി മാത്രമേ രാധയ്ക്ക് ഒരു പനി പോലും വന്നിട്ടുള്ളൂ. പക്ഷേ ഈ വാടക വീട്ടിൽ വന്നതോടെ അവൾക്ക് വല്ലാത്ത ക്ഷീണമായി. നടക്കാനും സംസാരിക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടായി. എപ്പോഴും ഒരേ കിടപ്പ്. കണ്ണുകൾ കുഴിഞ്ഞ് കറുത്ത് മെല്ലിച്ച് രാധയാകെ കോലം കെട്ടു. രാത്രിയും പകലും അവൾ നാവെടുത്താൽ ഒരേ ഒരു കാര്യമേ പറയൂ: നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പൊയ്ക്കോ. ആരടുത്ത് ചെന്നാലും ആരെ കണ്ടാലും രാധ ഇത് തന്നെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കും. ഓരോ ദിവസവും അവൾക്ക് ഓരോ വയ്യാഴികയാണ്. ഇടയ്ക്ക് വിട്ടുമാറാത്ത പനി, അപസ്മാരം, അങ്ങനെ പലതും. പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി പല ഡോക്ടറെയും കാണിച്ചു നോക്കി. ഒട്ടനവധി ടെസ്റ്റുകൾ നടത്തി നോക്കി. എല്ലാ റിപ്പോർട്ടും നെഗറ്റീവ്. രാധയ്ക്ക് എന്താണ് രോഗമെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ. ബിപിയും ഷുഗറൊന്നും അവൾക്കില്ലായിരുന്നു. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും അവളുടെ നില വഷളായിക്കൊണ്ടിരുന്നു. ചോരമയമില്ലാതെ മെലിഞ്ഞ് ചുള്ളിക്കമ്പ് പോലെയായി അവൾ. അങ്ങനെ ഒരു ദിവസം മകൻ രമേശ് അവളുടെ അരികിൽ ചെന്നിരുന്നു. രാത്രി സമയമായിരുന്നു. രാധ കണ്ണടച്ച് കിടക്കുകയാണ്. രമേശ് അവളുടെ തലക്കൽ ഇരുന്നു കൊണ്ട് കുറേ നേരം അവന്റെ അമ്മയെ അങ്ങനെ നോക്കിയിരുന്നു. ആ സമയം അവൾ പതിഞ്ഞ ശബ്ദത്തിൽ അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു: നീ ഇവിടുന്ന് പൊയ്ക്കോ, ഞാൻ നിന്റെ ഒപ്പം വരില്ല. വയ്യാഴിക കൊണ്ട് അമ്മ ഓരോ പിച്ചും പേയും വിളിച്ചു പറയുന്നതാണെന്ന് വിചാരിച്ച് രമേശ് അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഏറെ നാളുകളായി അവൾ നേരെ ചൊവ്വേ ആഹാരം കഴിച്ചിട്ട്. അതിന്റെ ക്ഷീണമാണെന്ന് കരുതി അവൻ രാധ കിടക്കുന്ന ബെഡിൽ തന്നെയിരുന്നു. ആ സമയം ആ മുറിക്ക് നേരെ തന്നെയുള്ള അടുക്കളയിൽ ആരോ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് അവൻ കണ്ടു. ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ കിച്ചൺ കാണാൻ പറ്റും. കിച്ചണിലെ ലൈറ്റ് അണഞ്ഞതിനാൽ നേരെ ഒരു പ്രകാശമേ അവിടെയുള്ളൂ. അവിടെ പുറംതിരിഞ്ഞ് നിന്നത് തന്റെ ഭാര്യയായിരിക്കുമെന്ന് വിചാരിച്ച് അവൻ പലതവണ അവളെ വിളിച്ചു. പക്ഷേ അവൾ അനങ്ങിയതേയില്ല. ഒടുവിൽ അവൻ ദേഷ്യപ്പെട്ട് അവളെ വിളിച്ചപ്പോൾ അനിത തൊട്ടടുത്തുള്ള അവരുടെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. അനിത ബെഡ്റൂമിലായിരുന്നെങ്കിൽ പിന്നെ കിച്ചണിൽ നിന്നത് ആരായിരിക്കുമെന്നോർത്ത് അവൻ ആകെ വല്ലാണ്ടായി. അന്ന് വൈകിട്ട് രമേശ് എന്നോട് ആ വാടക വീട് മാറുന്നതിനെ പറ്റി സംസാരിച്ചു. ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയതോടെയാണ് അമ്മയ്ക്ക് ഇത്രയും വയ്യാണ്ടായത്. മാത്രവുമല്ല, അവന്റെ 5 വയസ്സുള്ള മകൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. രമേശിന്റെ ഭാര്യയാണ് ഇക്കാര്യം അവനോട് പറഞ്ഞത്. പുറത്ത് കളിക്കുന്ന സമയത്ത് കുട്ടി മറ്റാരോട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും അനിത കണ്ടു. ചോദിച്ചപ്പോൾ അവളുടെ കൂടെ കളിക്കുന്ന കുട്ടിയോടാണ് റിയ സംസാരിച്ചു കൊണ്ടിരുന്നതെന്നാണ് അവൾ പറഞ്ഞത്.
പക്ഷേ ആ സമയത്ത് റിയ അല്ലാതെ അവിടെ മറ്റൊരു കുട്ടിയുമില്ലായിരുന്നു. പിള്ളേരല്ലേ, അപ്പോൾ ഇങ്ങനെ മറ്റൊരു കുട്ടി തന്റെ കൂടെ ഉണ്ടെന്ന് സങ്കല്പിച്ച് അവർ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് അനിത ആദ്യം കരുതിയത്. എന്നാൽ മിക്ക സമയത്തും റിയ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. അകത്തെ മുറിയിലായിരിക്കുമ്പോഴും അവൾ ആരെയോ നോക്കി സംസാരിക്കുന്നത് പോലെ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും. അവൾ കഴിക്കുന്ന എന്താഹാരമാണെങ്കിലും റിയ അതിൽ നിന്ന് അല്പം എടുത്ത് തന്റെ മുന്നിൽ വയ്ക്കും. എന്നിട്ട് ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ട് അത് കഴിച്ചോളാനും പറയും. റിയ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ കുട്ടി നല്ല സ്മാർട്ടാണെന്നും സ്കൂളിൽ അവൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലെന്നും അവർ പറഞ്ഞു. ഈ വീട്ടിൽ വന്നാൽ മാത്രമാണ് കുഞ്ഞ് ഈ വിധം പെരുമാറുന്നത്. അനിത ഇക്കാര്യം പറഞ്ഞപ്പോൾ മുതൽ രമേശും കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ പറഞ്ഞത് സത്യമായിരുന്നു. തൊട്ടു മുന്നിലിരിക്കുന്ന ഒരാളോട് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു റിയയുടെ പെരുമാറ്റവും. പിന്നീട് അവർ രണ്ടാളും ഒരുമിച്ച് നയത്തിൽ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഒരു ശ്രമം നടത്തി. എപ്പോഴും അവളോടൊപ്പം കളിക്കാൻ ഒരു കുട്ടി വരുമത്രേ. പുറത്തുനിന്ന് കളിക്കുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന മാവിന്റെ പിന്നിൽ നിന്നാണ് ആ കുട്ടി വരാറുള്ളത്. അകത്തിരിക്കുന്ന സമയത്ത് അവൾ മുകളിലെ ബൽക്കണിയിൽ നിന്ന് സ്റ്റെയർ ഇറങ്ങി താഴെ വരും. അവിടേക്ക് തന്നെ ഓടിപ്പോവുകയും ചെയ്യും. വരുന്ന കുട്ടിക്ക് റിയയുടെ അത്രയും പൊക്കമുണ്ടെന്നും അതൊരു പെൺകുട്ടിയാണെന്നും അവൾ പറയുകയുണ്ടായി. ഈ സംഭവങ്ങളാണ് രമേശിനെ ആ വാടക വീട് മാറാൻ പ്രേരിപ്പിച്ച പ്രധാന കാര്യങ്ങൾ. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കാകെ വെപ്രാളമായി. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും അങ്ങനെയുള്ള വിചിത്രമായ ചില കാഴ്ചകൾ കാണുന്നുണ്ട്. മകനും മരുമകൾക്കും ജോലിക്ക് പോകാനുള്ള സൗകര്യം നോക്കിയാണ് ആ വീട് അവർ വാടകയ്ക്കെടുത്തത്. ഒന്നാമത് അമ്മയുടെ വയ്യാഴിക രണ്ടാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇക്കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവരുടെ മനസമാധാനം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങൾ ആരോടും പറയാതിരുന്നത്. ചില രാത്രികളിൽ ഒരു സ്ത്രീ ഒരു കുട്ടിയുടെ കൈയും പിടിച്ച് പടി കയറി മുകളിലേക്ക് പോകുന്നതും ബാൽക്കണിയിൽ ചെന്ന് നിന്ന് അവർ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമെല്ലാം എന്റെ ഒരു തോന്നലായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് തോന്നലല്ലെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. പകൽ സമയത്ത് പോലും ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് അവൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഓടി മാറും. പിന്നാലെ ആ സ്ത്രീയും ഉണ്ടാകും. ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ ഇത് സത്യമാണ്. രമേശ് ഇക്കാര്യങ്ങളെപ്പറ്റി എന്നോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവനോട് തുറന്നു പറയുകയില്ലായിരുന്നു. ഒരുപക്ഷെ ഇക്കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിന്റെ അമ്മയ്ക്ക് വയ്യാണ്ടായത്. ഈ വീട്ടിൽ വന്നപ്പോൾ മുതലാണല്ലോ അവളൊരു രോഗിയായി തീർന്നത്. ഒടുവിൽ ഈ വീട്ടിൽ നിന്ന് മാറാൻ തന്നെ അവൻ തീരുമാനിച്ചു. പക്ഷേ അന്ന് രാത്രി രാധയ്ക്ക് തീരെ വയ്യാണ്ടായി. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 10-60 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ആൾ ഒരു 30-35 കിലോ ആയി. ആഹാരം തീർത്തും കഴിക്കാതെയായി. ട്രിപ്പിട്ട് അവളെ ഒബ്സർവേഷൻ റൂമിൽ കിടത്തിയിരിക്കുകയായിരുന്നു. ഒരനക്കവുമില്ല, സംസാരവുമില്ല. ആ സമയത്ത് ഞാനും രമേശും രാധയോടൊപ്പം ഹോസ്പിറ്റലിലും അനിത മക്കളോടൊപ്പം ആ വീട്ടിലും. ആ ഒരു രാത്രി കഴിയും മുമ്പേ വീട്ടിൽ നിന്ന് അനിതയുടെ കോള് വന്നു. അവൾ കുട്ടികളുമായി സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണെന്നും ഉടൻ തന്നെ അവിടേക്ക് ചെല്ലണമെന്നും അവൾ പറഞ്ഞു. അനിതയുടെ കോള് വന്ന ഉടൻ തന്നെ രമേശ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. ഹൈവേ റോഡിലെ ട്രാഫിക്കിൽപ്പെട്ട് കുറച്ചേറെ സമയമെടുത്താണ് അവൻ അന്ന് വീട്ടിൽ ചെന്നെത്തിയത്. രമേശ് അവിടെ ചെന്ന സമയത്ത് അനിത കുട്ടികളെയും കെട്ടിപ്പിടിച്ച് ഭയന്ന് വിറിച്ച് സിറ്റ് ഔട്ടിലിരിക്കുകയായിരുന്നു. രമേശിനെ കണ്ട പാടെ അവൾ ഏങ്ങലിടിച്ച് കരയാൻ തുടങ്ങി. കരയുന്നതിനിടയിൽ അനിത പലതും പറയുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ ഏങ്ങിയുള്ള കരച്ചിലിനിടയിൽ അനിത എന്താണ് പറയുന്നതെന്ന് രമേശിന് വ്യക്തമായില്ല. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ ആ വീടിനകത്തേക്ക് കയറാൻ കൂട്ടാക്കിയില്ല. വീടിന്റെ മെയിൻ ഡോർ പുറത്തുനിന്ന്
അവൾ ലോക്ക് ചെയ്തിരുന്നു. ഒടുവിൽ കരച്ചിലൊന്നടങ്ങിയപ്പോൾ അനിത അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. രാധയെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതോടെ അവൾ മക്കൾക്ക് ആഹാരം കൊടുത്ത് അവരെ ഉറക്കിക്കിടത്തി. കുട്ടികൾ ഉറക്കം പിടിച്ചെങ്കിലും അനിത അപ്പോൾ ഉറങ്ങിയിരുന്നില്ല. കുഞ്ഞുങ്ങളോടൊപ്പം വീട്ടിൽ തനിച്ചായിപ്പോയ ഭീതി അവൾക്കുണ്ടായിരുന്നു. കൂടാതെ അമ്മയ്ക്ക് എന്താവുമെന്നുള്ള ടെൻഷനും. അപ്പോഴാണ് ഉറങ്ങിക്കിടന്ന റിയ ബെഡിൽ നിന്ന് എണീറ്റിരുന്നത്. അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റെങ്കിലും കുട്ടി കണ്ണുകൾ അപ്പോഴും തുറന്നിരുന്നില്ല. മുത്തശ്ശിക്ക് വയ്യാണ്ടിരിക്കുക, ഇന്ന് ഞാൻ നിന്റെ കൂടെ കളിക്കാൻ വരില്ല എന്ന് റിയ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അവളെ ആശ്വസിപ്പിച്ച് കിടത്താൻ ഒരുങ്ങിയപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ആരോ പിടിച്ച് വലിച്ചതുപോലെ ബെഡിൽ നിന്ന് എണീറ്റ് തറയിലേക്ക് ഇറങ്ങി. അനിത അവളെ പിടിച്ചു നിർത്തുന്നതിന് മുന്നേ തന്നെ റിയ ഡോറ് തുറന്ന് ഗോവണി കയറി ബൽക്കണിയിലേക്ക് എത്തിയിരുന്നു. അവൾ അവിടെ നിന്ന് താഴേക്ക് ചാടാൻ ഒരുങ്ങിയതും അനിത കുട്ടിയുടെ ഉടുപ്പിൽ പിടിച്ചു വലിച്ചാണ് താഴെ ഇറക്കിയത്. അവൾ ഒരു നിമിഷമൊന്ന് വൈകിയിരുന്നെങ്കിൽ കുഞ്ഞ് രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണു പോയേനുമായിരുന്നു. ഇക്കണ്ട നേരം മുഴുവനും റിയ ഉറക്കത്തിൽ എന്നതുപോലെയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത്. അനിത അവളെ ബൽക്കണിയുടെ കൈവരിയിൽ നിന്ന് പിടിച്ച് വലിച്ച് താഴേക്കിറക്കിയപ്പോഴാണ് റിയ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീറ്റതുപോലെ കണ്ണു തുറന്നത്. എത്ര ചോദിച്ചിട്ടും ആദ്യമൊന്നും അവൾ ഒന്നും പറയാൻ കൂട്ടാക്കിയില്ല. പിന്നെ അനിത സാവധാനത്തിൽ സ്നേഹത്തോടെ ചോദിച്ചപ്പോഴാണ് റിയ കാര്യങ്ങൾ പറഞ്ഞത്. അവളുടെ കൂട്ടുകാരി ഇന്ന് ആ കുട്ടിയോടൊപ്പം ചെല്ലാൻ നിർബന്ധം പിടിച്ചു. വിസമ്മതിച്ചപ്പോൾ പിണങ്ങിപ്പോയെന്നും പിന്നീട് വന്ന് കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ആ കുട്ടി അവളെയും കൊണ്ട് എങ്ങോട്ടേക്കോ പോകുകയായിരുന്നു അത്രേ. റിയ പറയുന്നത് കേട്ട് അനിത വല്ലാണ്ട് ഭയന്നു പോയിരുന്നു. മുകളിലത്തെ ആ ബൽക്കണിയിൽ നിന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവൾ അവളുടെ ബെഡ്റൂമിലെത്തി. അവിടെ മൂത്ത കുട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ബെഡ്റൂമിന്റെ ഡോർ ആ സമയം തുറന്നു കിടന്നിരുന്നു. അനിത അകത്തേക്ക് കയറിയതും ആ മുറിയിലെ വിൻഡോ കട്ടിന് പിന്നിലായി രണ്ട് നിഴലുകൾ അവൾ കണ്ടു. ഒരു സ്ത്രീയും ചെറിയൊരു പെൺകുട്ടിയും. ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കുട്ടി അനങ്ങാതെ നിൽക്കുന്നു. മുറിയുടെ എതിർവശത്ത് നിൽക്കുന്ന രണ്ടു പേരുടെ നിഴൽ കർട്ടനിൽ പതിക്കുമ്പോൾ എങ്ങനെയാണോ കാണാൻ കഴിയുന്നത് അതുപോലെയാണ് അനിത ആ നിഴലുകൾ കണ്ടത്. ഭയന്ന് വിറച്ചുപോയ അവൾ തിടുക്കത്തിൽ ഉറങ്ങിക്കിടന്ന മകനെ തട്ടി ഉണർത്തി. ഉണർന്ന പാടെ അവൻ വലിയ വായിൽ കരയാൻ തുടങ്ങി. ജനൽക്കട്ടന് നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് അവൻ അലറിക്കരഞ്ഞത്. ഇളയ കുട്ടിയായ റിയയെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് മകനെയും വിളിച്ച് അവൾ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സമയത്ത് അനിത വിൻഡോ കട്ടിന് പിന്നിലായി ഒരു സ്ത്രീയെയും കുട്ടിയെയും വ്യക്തമായി കണ്ടുവെന്ന് ആണയിട്ട് പറഞ്ഞു. ഞാനും രമേഷിനോട് അങ്ങനെയൊരു കുട്ടിയെയും സ്ത്രീയെയും പറ്റി അതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അനിതയെ അതുമിതും പറഞ്ഞ് ഭയപ്പെടുത്തണ്ട എന്നോർത്ത് അവൻ ആ കാര്യങ്ങളൊന്നും തന്നെ അവളോട് ചർച്ച ചെയ്തിരുന്നില്ല. എന്നിട്ടും അനിത ആ രണ്ടുപേരെ പറ്റി പറഞ്ഞപ്പോൾ രമേഷും ഭയന്നുപോയി. ഉള്ളിലുണ്ടായ ഭയം മുഖത്ത് പ്രകടിപ്പിക്കാതെ രമേഷ് അനിതയെ ആശ്വസിപ്പിച്ചു. നേരം വെളുക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. ഈ രാത്രി എങ്ങോട്ട് പോകാനാണ്? അവൻ കതക് തുറന്ന് എല്ലാ മുറിയിലും കയറി ഇറങ്ങി നോക്കി. അവിടെയെങ്ങും ആരുമില്ലെന്നും എല്ലാം അനിതയുടെ തോന്നലാണെന്നും പറഞ്ഞ് അവൻ അവളെയും കുട്ടികളെയും വിളിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി. രമേഷ് ഒപ്പമുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അനിത കുട്ടികളെയും കൊണ്ട് അകത്തേക്ക് ചെന്നത്. ആ രാത്രി അവർ 4 പേരും ഹാൾ തന്നെ കിടന്നു. തറയിൽ ബെഡ്ഷീറ്റ് വിരിച്ചാണ് അവർ കിടന്നത്. മുറിയിലെ ലൈറ്റ് കെടുത്തിയില്ല. അനിത മക്കളെയും ചേർത്ത് പിടിച്ച് കണ്ണടച്ച് കിടന്നെങ്കിലും അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ നോക്കിക്കൊണ്ട് രമേഷ് അവരുടെ അരികിൽ തന്നെ കിടന്നു. ഇടക്കൊന്ന് ഉറക്കം തൂങ്ങിയെങ്കിലും അവൻ വീണ്ടും ഉണർന്നിരുന്നു. ആ സമയത്ത് ഹാളിനടുത്തുള്ള ഒരു മുറിയുടെ ഭാഗത്ത് നിന്ന് 2 പേർ വേഗത്തിൽ നടന്ന് സ്റ്റെയറിനടുത്തേക്ക് പോകുന്നത് കണ്ടു. പാഞ്ഞു പോകുന്ന 2 നിഴലുകൾ. ഒരു സ്ത്രീയും അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു കുട്ടിയും. സ്റ്റെയർ ഓടിക്കയറി ബാൽക്കണിയിലേക്ക് പോയ ആ നിഴലുകൾ നിമിഷ നേരം കൊണ്ട് കണ്ണിൽ നിന്ന് മറയുകയും ചെയ്തു. ഞാനും അനിതയും പറഞ്ഞ കാര്യങ്ങൾ രമേഷ് നേരിൽ കണ്ടതോടെ അവൻ ഉടൻ തന്നെ
ഭാര്യയെയും കുട്ടികളെയും വിളിച്ചുണർത്തി ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇത്തരം അനുഭവങ്ങൾ നേരിട്ടവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അതെല്ലാം തോന്നലുകളാണെന്നോ അല്ലെങ്കിൽ ഇത്തരം അനുഭവം ഉണ്ടായവന്റെ മാനസിക നില ശരിയല്ലെന്നും പറഞ്ഞ് മറ്റുള്ളവർ പുച്ഛിച്ചു തള്ളുകയാണ് പതിവ്. പക്ഷേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതുവരെ ആരും ഇതൊന്നും വിശ്വസിക്കുകയില്ല. അന്ന് നേരം വെളുത്തപ്പോഴേ രമേഷും അനിതയും കുട്ടികളെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. പിന്നീടാണ് ആ വീടിന്റെ ഓണർ ഞങ്ങളിൽ നിന്ന് ഒളിപ്പിച്ച കാര്യം മറ്റൊരാൾ മുഖേന ഞങ്ങൾ അറിയാനിടയായത്. ആ വീട്ടിൽ ഇതിനു മുമ്പ് ഒരു കുടുംബം താമസിച്ചിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 5 വയസ്സുള്ളൊരു മകളും. ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. രാത്രിയിൽ വെള്ളമടിച്ച് വീട്ടിലെത്തുന്ന അയാൾ തന്റെ ഭാര്യയെ കണ്ടമാനം ഉപദ്രവിക്കുമായിരുന്നു. അയാളുടെ ഇടിയും തല്ലുമേറ്റ് അവരും കുഞ്ഞും അലറിക്കരഞ്ഞിരുന്നെങ്കിലും ഈ വഴക്കും ബഹളവും സ്ഥിരമായിട്ടുള്ളൊരു സംഭവമായതുകൊണ്ട് അയൽവക്കക്കാരൊന്നും ഈ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു. അവസാനം അയാളുടെ ശല്യം സഹിക്കാനാവാതെ കുഞ്ഞിനെയും കൊണ്ട് ഈ വീടിന്റെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ആ സ്ത്രീ താഴേക്കെടുത്ത് ചാടുകയായിരുന്നു. ആ കുഞ്ഞ് അപ്പോൾ തന്നെ മരിച്ചുപോയെങ്കിലും ആ സ്ത്രീ 1-2 ദിവസം ആശുപത്രിയിൽ കിടന്നതിന് ശേഷമാണ് അവരുടെ ജീവൻ പോയത്. അതിനാലാണ് പലപ്പോഴും ഒരു സ്ത്രീ ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ബാൽക്കണിയിലേക്ക് ഓടി മറയുന്നതായി ഞങ്ങൾ കണ്ടിരുന്നത്. അവരങ്ങനെ ഓടി മറയുന്നത് ഒരു തുടർക്കാഴ്ചയായി മാറിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞ പാടെ ഞങ്ങൾ ആ വീട് മാറി. രമേഷിനും അനിതയ്ക്കും ജോലിക്ക് പോകാനുള്ള സൗകര്യം നോക്കി ഞാൻ മറ്റൊരു വീട് തരപ്പെടുത്തിയെടുത്തു. ഇത്തവണ നന്നായി അന്വേഷിച്ചതിന് ശേഷമാണ് വീട് വാടകയ്ക്കെടുത്തത്. പഴയ ആ വീട് മാറിയതോടെ രാധയുടെ അസുഖവും പതുക്കെ മാറി തുടങ്ങി. അവളെ ഹോസ്പിറ്റലിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് രാധയ്ക്ക് വല്ലാത്ത വിശപ്പായിരുന്നു. എല്ലാം ചോദിച്ചു വാങ്ങി കഴിക്കുകയായിരുന്നു. മുൻപ് ഒരാളുടെ സഹായമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത ആളിന് ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം വന്നപ്പോൾ ഞങ്ങൾ ആകെ അമ്പരന്നു പോയി. ഒരു സ്ത്രീയെയും കുട്ടിയെയും ഒരു തവണ അവൾ ആ പഴയ വാടക വീട്ടിൽ കണ്ടു എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവൾക്ക് എന്താണ് സംഭവിക്കുന്നതിനെ പറ്റി രാധയ്ക്കും ഒട്ടും ഓർമ്മയില്ല. വയ്യാതെ കുറേ നാൾ അവൾ കിടപ്പിലായിരുന്നു എന്ന് പറഞ്ഞിട്ടും രാധ അത് വിശ്വസിക്കാനേ കൂട്ടാക്കിയില്ല. ഒരുപക്ഷെ അവളുടെ എനർജി ആയിരിക്കാം ആ എൻറ്റിറ്റികൾ കൺസ്യൂം ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അവൾക്ക് മാത്രം ഇത്രയ്ക്കും വയ്യാണ്ടായത്. ഒരാളുടെ ഔറ വീക്കാണെങ്കിലും അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വല്ലാണ്ട് ഭയപ്പെട്ടാലോ അയാളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം ഇത്തരം എൻറ്റിറ്റികളുടെ കൺട്രോളിലാകുമെന്ന് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആത്മഹത്യ ചെയ്തവരുടെ ആത്മാവിന് അവർക്ക് എത്ര കാലമാണോ ഭൂമിയിൽ ജീവിക്കേണ്ടിയിരുന്നത് അത്രയും കാലം ഇങ്ങനെയൊരു എനർജിയായി മരണശേഷം ഈ ഭൂലോകത്ത് തന്നെ അലഞ്ഞു തിരിയേണ്ടി വരുമെന്നും ഞാൻ പലപ്പോഴായി എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ എനിക്കിങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. ഇത് എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് എനിക്കനുഭവപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിക്കാനേ എനിക്ക് കഴിയൂ. അതിനാൽ മറ്റുള്ളവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഈ അനുഭവം ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം ഒന്നേയുള്ളൂ. എൻ്റെ ലൈഫിൽ വിചിത്രമായ ഒരു അനുഭവമുണ്ടായി. അത് ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കുന്നു. അത്രയേ ഉള്ളൂ.